ഹായ് ഹലോ ഇന്ന് നമുക്കൊരു കിടിലൻ മുട്ട റോസ്റ്റ് ചെയ്താലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഈ കറി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല വിശാലമായ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ഒന്ന് കോളേജിലൊന്നും പോണ്ട, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റി യമ്മി ഒരു മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തട്ടിക്കളയാമെന്ന്. അങ്ങനെ കടുവൊക്കെ വറുത്ത് പച്ചമുളകൊക്കെ ഇട്ടു, കടുക് വറ അതെല്ലാം പൊട്ടിത്തീർന്നപ്പോഴത്തേനും നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തതങ്ങ് ഇട്ട് കൊടുത്തേ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമ്മൾ സവാള ഇടാവും. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുന്നത്. പച്ചയിരിക്കുന്ന ആ മണമൊക്കെ അങ്ങ് മാറണം. അപ്പോൾ അതിലേക്ക് ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിശാലമായ കുക്കിങ്ങൊക്കെ നടത്തുന്നത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലാണ്. ജോലിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പിടച്ചടിച്ച് ചടപടേ എന്നുള്ള കുക്കിങ്ങൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചടപടേ ചെയ്യുമ്പോൾ ടേസ്റ്റിനൊക്കെ ഇച്ചിരി വേരിയേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റി മുട്ടക്കറിയായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് സവാളയിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വഴറ്റിയെടുക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സവാള വെന്തില്ലെങ്കിൽ മുട്ട റോസ്റ്റൊന്നും ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇത് വഴണ്ടി നല്ല സോഫ്റ്റായി വരണം. ഇതുപോലെ ഇരിക്കണം ആ സംഭവം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന സവാളയുടെ ഈർപ്പമൊക്കെ ഇറങ്ങി നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ആരിട്ട് കൊടുക്കും, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് തക്കാളി ഉടഞ്ഞു പോവാതെടുക്കണം. ഇന്നത് എൻ്റെ മുട്ട റോസ്റ്റ് തക്കാളി ഉടഞ്ഞു പോയിട്ടുണ്ട്. ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെ വേവിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റ് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ടേസ്റ്റി സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ മസാലകളെല്ലാം തീർന്നു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് പൊടി ഐറ്റംസ് എല്ലാം തൂവി കൊടുക്കുക. ഇവിടെ ഞാൻ പച്ചമുളക് യൂസ് ചെയ്യത്തില്ല. ഇനി പച്ചമുളകും മുളക് പൊടി എല്ലാം കൂടെ ആകുമ്പോൾ എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയും ഇടും. 1.5 സ്പൂൺ കുഞ്ഞു സ്പൂണാണേ മല്ലിപ്പൊടിയും കൂടെ അങ്ങ് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇതിനെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവേ. ഈ വെള്ളം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കി എടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമ്മൾ ബാക്കി വെള്ളം കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ചേർത്ത് കുറുക്കി തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം കൂടിയൊന്നും പോയിട്ടില്ല, കറക്റ്റ് പരുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി കുറവെന്ന് തോന്നി. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല യമ്മി മുട്ടക്കറി. 4-5 ദോശ ഒരുമിച്ച് തട്ടാനുള്ള അത്ര ടേസ്റ്റ് യമ്മി മുട്ടക്കറിയാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ലാസ്റ്റാണ് കറി മസാല ഇട്ടത്. അപ്പം നല്ല മണം കിട്ടും അതിൻ്റെ. ആദ്യമേ ഇട്ട ഫ്ലേവർ എല്ലാം അതിനകത്ത് കിടന്ന് പിന്നെ അങ്ങൊരു എന്തോ പോലെ ലാസ്റ്റ് ഈ മസാലപ്പൊടി ഇടുമ്പോഴാണ് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളത്. പിന്നെ മുട്ടയെല്ലാം സൈഡിൽ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുട്ട പൊളിക്കാൻ എന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് ജാനുമോളാണ്. അവൾക്ക് മുട്ട പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ആ തറയിലിട്ട് ഉരുട്ടിയിട്ടൊക്കെയാണ് തോട് പൊളിച്ചെടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും അവൾ വൃത്തിക്ക് മുട്ട പൊളിച്ചെടുത്ത് തരും. ചെറിയ ജോലിയൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്രായമായി. 10 വയസ്സായില്ലേ, ശരിയാക്കി തരാം. ഓക്കെ. അങ്ങനെ എന്തായാലും മുട്ടയൊക്കെ പൊളിച്ച് തന്ന്. മുട്ട പൊളിച്ചതും പോലെ അതിനകത്ത് ഇങ്ങനെ വരയൊക്കെ ഇട്ട് വരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഗ്രേവി അതിനകത്ത് നന്നായിട്ട് പിടിക്കും. ഞാൻ ചെയ്യുന്ന കണ്ടുപിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ അതെന്തായാലും ആ മുട്ടക്കറിയിലേക്ക് ഇങ്ങോട്ട് നോക്കി നല്ല കുറുകിയ ഗ്രേവിയുള്ള മുട്ടക്കറിയാണ്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം നല്ല അടിപൊളി മുട്ടക്കറിയാണ്. അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശയും മുട്ടക്കറിയൊക്കെ മക്കൾക്ക് കൊടുത്തു. പക്ഷേ എനിക്ക് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. നല്ല ടേസ്റ്റി മുട്ടക്കറിയും ചപ്പാത്തിയും വിശാലമായിരുന്നു. വീട്ടുകാരോടൊപ്പം വർത്താനം പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടൊരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള മനസ്സമാധാനവും സാറ്റിസ്ഫാക്ഷനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.